2026 ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ജോബുകൾ ഏതൊക്കെയാണ്? ഇതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെയും മെക്കൻസി, ഗാർണർ എന്നിങ്ങനെയുള്ള പല ആളുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള സർവേ റിപ്പോർട്ട്സ് ജസ്റ്റ് നോക്കുന്നത്. സോ അത് നോക്കുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് കണ്ടു. അതിൽ കുറേ ഏരിയാസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഏരിയാസിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു 4 ഏരിയാസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെക്കുറിച്ച് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എല്ലായിടത്തും അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനുള്ള ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ലാർജ് ലാംഗ്വേജ് മോഡൽസ് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ് ഇനി എന്തായാലും ബൂം ചെയ്യാൻ പോവാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സെക്കൻഡായിട്ട് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ ആൻഡ് ബയോടെക്നോളജിയാണ്. ഹെൽത്ത് കെയർ ഓഫ് കോഴ്സ് നമുക്കറിയാം, ടെക്നോളജി വൈസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു കോർ ഏരിയയിലുള്ള ഇന്നോവേഷൻ വൈസ് ആയാലൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ഡിജിറ്റൽ ടിന്നായിട്ടും അതുപോലെ വിർച്വൽ ഹോസ്പിറ്റൽസും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിമിലർലി ബയോടെക്നോളജി എന്നുള്ളതും ഇനിയുള്ള ഇയേഴ്സിൽ, ഇപ്പോൾ ഓൾറെഡി ഇവോൾവിംഗ് ആണ്, ഇനിയുള്ള ഇയേഴ്സിലും ഹൈലി ഡിമാൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു ഏരിയ ആണ്. ആൻഡ് തേർഡ് ആയിട്ട് പറയുന്നത് ഗ്രീൻ ടെക് ആൻഡ് സർക്കുലർ എക്കോണമിയാണ്. അതായത് സസ്റ്റൈനബിലിറ്റി, റിന്യൂവബിൾ എനർജി തുടങ്ങിയിട്ടുള്ള ആ ഒരു ഏരിയ. ഇപ്പോൾ നമുക്കറിയാം, വേൾഡ് മൊത്തത്തിൽ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പെട്രോളിയം ഫ്യൂവൽസ് ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ റിന്യൂവബിൾ എനർജിയിലോട്ടും, സിമിലർലി ടെക്നോളജിയിലാണെങ്കിലും ഒരു റിന്യൂവബിൾ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ഒരുപാട് ഏരിയാസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും വളരെയധികം എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ഫൈനലി അവർ പറയുന്നത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. സോ എന്താണ് ഹ്യൂമൻ സെൻട്രിക്? അതായത് ക്രിയേറ്റിവിറ്റി, റെസിലിയൻസ്, എമ്പതി, ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന, അതായത് ഒരു മനുഷ്യൻ്റെ ബ്രെയിന് ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഏരിയാസ് അത് പെട്ടെന്നൊന്നും എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, എയുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കാർക്കും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയാണ്. അവർക്ക് ഒരുപാട് ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട്. അതിനെ ട്രെയിൻ ചെയ്യാനുള്ള ഇനഫ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളിലും ഒരു പരിധിവരെ ചെയ്യാൻ ടൂൾസിന് പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാനടക്കമുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും ആസ് ഓഫ് നൗ ഇത്തരം ഏരിയാസിൽ ഒരു ഹ്യൂമൻ ടച്ച് കൊണ്ടുവരേണ്ട ഏരിയാസിൽ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നെക്സ്റ്റ് ഇയേഴ്സിലൊക്കെ ഡിമാൻഡ് വരും എന്നുള്ളത് തന്നെയാണ് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ എന്തിനാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്? കാരണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സ്റ്റാർട്ടപ്പ് കൊണ്ടുവരികയാണെങ്കിൽ, ജോബ് ഹണ്ട് ചെയ്യുകയാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും ഏത് ഏരിയയാണോ എമേർജ് ചെയ്യുന്നത്, മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ആ ഏരിയയിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു ത്രെട്ടായിട്ട് മാറും.